നമസ്കാരം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് പൊങ്കാല വിശേഷങ്ങൾ ചോദിക്കാം. കൊട്ടാരക്കര എന്നാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നാണ് എത്തിയത്. ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. വെളുപ്പിനെ 3 മണിയായപ്പോഴത്തേക്ക് എത്തി. വെളുപ്പിനെ 3 മണിക്ക് അമ്മയ്ക്ക് പൊങ്കാല ഇടാനായിട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു പൊങ്കാലയെ പറ്റി എന്താണ് പറയാനുള്ളത്? കാട്ടി എനിക്ക് സംതൃപ്തിയായിട്ടാണ് തോന്നിയേക്കുന്നത്. ഞാൻ എല്ലാ വർഷം 13 വർഷം കൊണ്ട് വരുന്നു. അപ്പം കൊട്ടാരക്കരയിൽ നിന്ന് വരും. രാത്രി 12 മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ തന്നെയാണ് എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യം അതിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെക്കാൾ വിപുലമായ രീതിയിലാണ്. എനിക്ക് ഏറ്റവും സംതൃപ്തമായിട്ട് തോന്നിയത് ഈ വർഷമാണ്. ഓരോ വർഷവും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും സംതൃപ്തമായിട്ട് തോന്നും. ശരി. എന്താണ് അമ്മയുടെ പേര്? ചന്ദ്രിക. സ്ഥലം എവിടെയാണ്? വെഞ്ഞാറമൂട് എന്നാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ട്. എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ പൊങ്കാല ഇടാൻ വന്നിട്ട്? 12 വർഷം കൊണ്ട് വരുന്നു. കഴിഞ്ഞ കൊറോണ ആയവ 2 വർഷം വന്നിട്ട് അതിനുശേഷം വന്നു. കഴിഞ്ഞ വർഷത്തെ പൊങ്കാല അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ പൊങ്കാല എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം ഞാൻ വന്നില്ല മോളെ. എന്റെ മോള് വന്നു. നല്ല ഭംഗിയായിട്ട് നടന്നു. കുഴപ്പമില്ല. എന്നാലും കഴിഞ്ഞ വർഷത്തെക്കാളും വിപുലമായ രീതിയിലല്ലേ ഇപ്പോഴത്തെ ഒരു പൊങ്കാല? നമ്മള് ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പം ഇപ്രാവശ്യം അമ്മ ഒരാഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരി. അമ്മയുടെ പേരെന്താ? ശശിയല്ല. സ്ഥലം? കൊടുപ്പനക്കുന്ന്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നിരിക്കുകയാണ്. എല്ലാ വർഷവും മുടങ്ങാതെ അമ്മച്ചിന്റെ ഇടയുണ്ട്. കൊറോണ വന്നപ്പോൾ നമ്മൾ വീട്ടിന്റെ നടയിലായി. അത് മനസ്സിനൊരു വല്ലാത്ത പ്രയാസം. എന്നുവെച്ചാൽ അടുക്കളയിൽ ചോറും കറിയും വെക്കും പോലെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അത് ഇങ്ങനെ വന്നിടുമ്പോൾ അതിന്റെ സുഖം അതൊരു പ്രത്യേകതയാണ്. അമ്മയുടെ അനുഭവങ്ങളും നമ്മളെയൊക്കെ ജീവിതത്തെ അമ്മയേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെക്കാൾ വിപുലമായ രീതിയിലല്ലേ ഇപ്പോഴത്തെ ഉണ്ട്. കഴിഞ്ഞ ജനങ്ങളും കൂടുതലുണ്ട്. ഇഷ്ടം പോലെയുണ്ട്. അമ്മച്ചിയുടെ നടയിലത്തേക്ക് ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് അമ്മച്ചിയുടെ തണലേ ഉള്ളൂ മക്കളല്ല. നമുക്ക് വേറെ ഒന്നുമില്ല. അവരെ നടയിൽ പോയി അവരെ വിളിക്കുമ്പോൾ നമുക്കതൊരു സുഖം. ഈ പൊങ്കാല ഇടുമ്പോൾ അതും ഒരു സുഖം. അതിലപ്പുറം സന്തോഷം മറ്റൊന്നും നമുക്ക് അറിയില്ല. അതെ, നമുക്ക് അമ്മച്ചി നിമിത്തി തരും. നമ്മളെ കുട്ടികൾക്കൊരു ഗതി ആ അമ്മച്ചി നല്ല ഗതി തരണുണ്ട്. പൊങ്കാല ഇടുമ്പോ കിട്ടുന്ന ഒരു മനസ്സുഖം അതൊന്ന് വേറെയാണ്. അതൊരു വേറെയാണ്. അത് പറഞ്ഞറിയിക്കാവൂല. എല്ലാരും ചിലപ്പോ കളിയാക്കും, ഓ നിങ്ങൾക്ക് അങ്ങനെയാണോന്ന്. പക്ഷെ അല്ല, അമ്മേരെ ആ കാരുണ്യം നമുക്കേ അറിയാവൂ. ഇന്നലെ വരെ ഇല്ലാത്ത മഴ ഇന്ന് രാവിലെ ആയപ്പോ ചാറ്റ മഴയെങ്കിലും ഇട്ടെങ്കിൽ അമ്മേരെ ശക്തിയല്ലേ. ഇല്ലെന്ന് പറയാൻ പറ്റും. ഈ ചൂടടിച്ചിരുന്ന നമുക്ക് ഒരല്പം ഒരു ഇത് തന്നില്ലേ, ശുദ്ധാക്കി തന്നില്ലേ. അതാണ് അമ്മച്ചിയുടെ പുണ്യം. നമുക്ക് അമ്മയെ നാരായണ ആ ഒരു മന്ത്രം അതാണ് മോളെ. നമുക്ക് എല്ലാത്തിനും ആ ഒരു പാദമേ ഉള്ളൂ. മനുഷ്യര് പലതും പറയും, പക്ഷെ എന്റെ ദേവി ഒരിക്കലും അമ്മച്ചി ആരെയും കൈവിടില്ല. ഒരു പുണ്യവതിയാണ് നമുക്ക്.
പേരെന്താണ്? ശൈലജ. എവിടെ നിന്നാണ് വരുന്നത്? നേമത്തിൽ നിന്നാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? കഴിഞ്ഞ വർഷത്തെ പൊങ്കാല അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ പൊങ്കാലയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? വിപുലമായ രീതിയിലാണോ ഇപ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു, വേറെ സ്ഥലത്താണ്. എന്നാലും പൊങ്കാല എങ്ങനെയായിരുന്നു? ഇതുപോലെയായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും വിപുലമായ രീതിയിലല്ലേ ഇപ്രാവശ്യം? ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വരണതാണ്, അറിയില്ല. ഞങ്ങൾ മരിയൂർ കടവിലാണ് എല്ലാ പ്രാവശ്യം പോകുന്നത്. എല്ലാ പ്രാവശ്യവും മുടങ്ങാതെ പൊങ്കാല ഇടുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്ര നാളായിട്ട് വരുന്നുണ്ട്? 10-40 വർഷം കൊണ്ട്. ഇന്നാണോ എത്തിയത്? ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നാണോ പൊങ്കാല ഇടാൻ എത്തിയത്? എപ്പോഴും വരും. കഴിഞ്ഞ വർഷത്തെ പൊങ്കാല അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ പൊങ്കാല എങ്ങനെയുണ്ട്? ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് വൈഷ്ണവി. സ്ഥലം? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എന്നാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ഇടാറുണ്ടോ? ഇവിടെ ആദ്യമായിട്ട് ഇവിടെ ഇപ്പൊ പഠിക്കുവായതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? പൊതുവെ എല്ലാ വീട്ടും അമ്മയൊക്കെ വന്ന് ഇവിടെ ഇടാറുണ്ട്. പിന്നെ അതിന്റെ എന്ന് വെച്ചാൽ എല്ലാരും പ്രശസ്തമായിട്ടുള്ള ഒന്നാണല്ലോ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വന്നിട്ട് എടുത്തിട്ട് പോകുന്നു. ഇന്നലെ എത്തിയായിരുന്നു. ഞങ്ങൾ ഇവിടെ പഠിക്കുവാണ്. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് പൊങ്കാല ഇട്ട് പേരെന്താണ്? എന്റെ പേര് വിജയമ്മ. സ്ഥലം? കൊച്ചിന്ന് വരുന്ന ഞങ്ങള് 12 പേരാ വന്നിരിക്കുന്നത്. കൊച്ചിന്ന് 12 പേര് ഒരുമിച്ച് പൊങ്കാല ഇടാനായിട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ്? അല്ല, ഞങ്ങൾ അഞ്ചാമത്തെ അല്ലേ, 5ാമത്തെ പ്രാവശ്യം. എല്ലാ വർഷവും ഇവിടെയാണ് ഇരിക്കാറ്? അല്ലല്ല, വേറെ സ്ഥലത്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോഴത്തെ പൊങ്കാല? ഇപ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റി, ദേവിയുടെ അനുഗ്രഹം. പക്ഷെ ദേവിയെ പോയി കാണാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് ദേവിയെ കണ്ടില്ല. ദേവിയുടെ മണ്ണിൽ പോയി കാണിക്കയിട്ട് പോന്നു. അത്ര. എത്ര ദിവസം ഇവിടെ വന്നിട്ട്? ഇന്നലെ വൈകിട്ട് വന്നതാ. ഞങ്ങള് കൊച്ചിന്ന് വരണ്ടേ, ഫാമിലി അല്ലേ, അവരെ ഇട്ടച്ച് വരാൻ പറ്റുമോ? 12 പേരുണ്ട്. അടിപൊളിയായിരുന്നു ഇപ്പോഴത്തെ നല്ലത്, എല്ലാ പ്രാവശ്യത്തെക്കാട്ടും നല്ലത്. എന്നാലും ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുന്ന അസുകുമാരി അമ്മ എന്ന് പറഞ്ഞ അമ്മച്ചി ഇല്ല. ആ ഒരു ഇത് ഞങ്ങള് കൊച്ചുംപോട്ടി വർക്ക് ചെയ്യുന്നവരാ എല്ലാവരും. ഞാൻ റിട്ടയർഡായി, ഒരാളും റിട്ടയർഡ് ആയിട്ടില്ല. ഞങ്ങൾ 2 പേര് റിട്ടയർഡായി കേട്ടോ. അടുത്ത വർഷം ഇനി പൊങ്കാലയ്ക്ക് വരുമോ? തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ദേവിയെ കാണണം. അതിന്റെ ഇടയ്ക്ക് എല്ലാ വർഷവും. പിന്നെ അതല്ല, ഇടയ്ക്കൊന്ന് വരണം. ഇന്ന് ദേവിയെ കണ്ടില്ലല്ലോ, ഇടയ്ക്ക് വന്ന് ദേവി ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഇന്ന് കണ്ടില്ല, അതുകൊണ്ട് ഒരു വിഷമമുണ്ട്. പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾ എല്ലാവരും മടങ്ങുകയാണ്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ്. ക്യാമറാമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ സാരംഗി, സാക് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.